അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ട് എല്ലാ ഫീൽഡിലും ഉണ്ടാവും. പൊളിറ്റിക്സിൽ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ വ്യക്തിപരമായിട്ട് പറയേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഇലക്ഷനൊക്കെ മത്സരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഞങ്ങളുടെ ആശയങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്നു. അത് ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള വഴക്കല്ല. വ്യക്തിപരമായിട്ട് സ്വത്തുകാർക്കോ അല്ലെങ്കിൽ വസ്തുക്കാർക്കോ ഒന്നും അല്ലല്ലോ. ഞങ്ങൾ ഓരോരുത്തരും ഓരോ ആശയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ആ ആശയങ്ങളുടെ ഒരു ഏറ്റുമുട്ടലാണല്ലോ തിരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ. അവിടെ നമ്മൾ പരസ്പരം ബഹുമാനിക്കാതിരിക്കുന്നതിന് നമ്മുടെ എതിർ സ്ഥാനാർത്ഥികൾ അവരുടെ ആശയങ്ങൾക്കനുസരിച്ച് നിൽക്കുന്നു, ഞാൻ എൻ്റെ ആശയങ്ങൾക്കനുസരിച്ച് നിൽക്കുന്നു. ആ ശൈലിയിൽ തമ്മിൽ ഏറ്റുമുട്ടലാണ് ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എലക്ഷൻ എന്ന് പറയുന്നത്. അവിടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. നമ്മൾ വ്യക്തിപരമായിട്ട് വിമർശിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ വ്യക്തിപരമായ പ്രശ്നം ഒരുപക്ഷെ സാറിൻ്റെ കുടുംബത്തിലേക്ക് പൊളിറ്റിക്സ് വന്നപ്പോഴാണ് അത് ഭയങ്കരമായിട്ട് ഇപ്പം പത്മജ ആയിട്ടുള്ള മാമുമായിട്ടുള്ള പൊളിറ്റിക്കൽ നിങ്ങൾ തമ്മിൽ ഒരു ബോട്ടിൽ സഞ്ചരിക്കുന്നവരല്ല, ഇതിൽ വരുന്നതാണ്. അപ്പം ചുറ്റും നിൽക്കുന്ന എല്ലാവരും ഒബ്സർവ് ചെയ്യുന്ന ഒരു ഇതാണ് പേഴ്സണൽ പിണക്കങ്ങൾ ഇല്ലെങ്കിലും പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ അത് മറ്റൊരു രീതിയിലാണ് പോകുന്നത്. അപ്പം എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ മഞ്ഞുരുകുന്ന ഒരു മഞ്ഞാണോ അത് ഉടനെ ഉരുകാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യം. അവർക്ക് അവരുടേതായിട്ടുള്ള രീതി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ അകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു എലക്ഷൻ വരുന്നു. ഒരു എലക്ഷൻ വന്ന് പാർട്ടി ഒരു പോർമുഖത്ത് നിൽക്കുമ്പോൾ പാർട്ടി വിട്ടതിനാണ് എനിക്ക് വിയോജിപ്പുള്ളത്. അത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അതിനു മുമ്പ് വേണമെങ്കിൽ പോകാമായിരുന്നു, അതിനു മുമ്പ് സ്വന്തം തീരുമാനം എടുത്ത് പോകാമായിരുന്നു. പക്ഷേ പാർട്ടി ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ആ പാർട്ടിയിൽ പ്രവർത്തിച്ച് പാർട്ടി കുറേ അംഗീകാരം കൊടുത്തിട്ടുണ്ടല്ലോ. കിട്ടിയത് പോരാ എന്ന് പറയുമ്പോൾ കൊടുത്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ അതും കൂടെ ചിന്തിക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയോട് ഒരു പാർട്ടിയെ സമരരംഗത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് നടത്തുന്നൊരു പിന്മാറ്റം, അത് ഒരു ശരിയായിട്ടുള്ള രാഷ്ട്രീയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിനെയാണ് ഞാൻ വിമർശിച്ചത്. നേരെ മറിച്ച് ഇലക്ഷനൊക്കെ എത്രയോ മുമ്പ് തന്നെ ഒരു പാർട്ടിയിൽ നിന്ന് പോയിരുന്നെങ്കിൽ ഞാൻ കുറ്റം പറയില്ല, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഒരു പാർട്ടിയുടെ ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ പാർട്ടി ഏർപ്പെട്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു മാറ്റം അതൊരു മോശപ്പെട്ട കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ സാധാരണ രാഷ്ട്രീയത്തിൽ അകൽച്ചയൊന്നും വീട്ടിൽ അകൽച്ച ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ, ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജീവിക്കുന്ന ഞങ്ങൾ കോൺഗ്രസ് ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നിന്നപ്പോൾ പാർട്ടിയെ ഉപേക്ഷിച്ച് പോയി എന്നുള്ളതിനോടാണ് എനിക്ക് അന്നും ഇന്നും യോജിപ്പില്ലാത്തത്. അച്ഛൻ്റെ പിൻഗാമിയായിട്ട് കണ്ടിരുന്നത് സാറിനെ അല്ല, മറ്റൊരാളെയാണ് അദ്ദേഹം മനസ്സിൽ കണ്ടിരുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ സാറ് ഇത് നോക്കുമ്പോൾ പൊളിറ്റിക്സിൽ സാറ് വർക്ക് ചെയ്യുന്നുണ്ട്, സാറിൻ്റെ രീതികളുണ്ട്, ശൈലികളുണ്ട്, അത് ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു ശൈലിയാണ്. അച്ഛനുമായിട്ട് നോക്കിക്കഴിയുമ്പോൾ ഒരു പിൻഗാമി എന്ന നിലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര ശതമാനം ഇപ്പോൾ കംപ്ലീറ്റ് ആയി എന്ന് സാറിന് തോന്നാറ്? അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ശൈലിയിൽ നീങ്ങുന്ന ഒരാളാണ്. അപ്പോൾ അച്ഛൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോലെ ഉള്ള അനുഭവമല്ല ഇപ്പോഴുണ്ടാവുക. തലമുറകൾ മാറുകയാണ്, അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ എത്തിയ എല്ലാ സ്ഥാനങ്ങളിലും എത്തും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്ക് തുടങ്ങിയ കാലത്ത് തന്നെ ഉണ്ടായിട്ടില്ല. അപ്പം എനിക്ക് കിട്ടിയതിൽ ഞാൻ തൃപ്തി അടയുന്ന ഒരാളാണ്.